നാലെണ്ണമാണ് ABCD എന്ന് പറഞ്ഞാൽ നാലെണ്ണം ഉണ്ട്. 1 2 3 4. ഈ നാലെണ്ണമാണ് നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന മേജറായിട്ടുള്ള ബയോമുകളാണ്. ഈ നാലെണ്ണം ഇന്ത്യയിൽ കാണുന്ന മേജർ ബയോമുകൾ. ഈ 4 ബയോമുകളും നമ്മൾ പറയുകയാണെങ്കിൽ അതിന് കാരണം നമ്മൾ ഈ പറഞ്ഞു റീജിയണൽ ആൻഡ് ലോക്കൽ വേരിയേഷൻസ്. ഓരോ റീജിയൻ വൈസും അതുപോലെ ലോക്കലായിട്ടും കാണുന്ന വേരിയേഷൻസ്. ഓരോ ബയോമിലും ഓരോ ടൈപ്പ് വേരിയേഷൻസും കാണാം. അത് കാരണം ഈ പറഞ്ഞ ഈ ബയോമിൻ്റെ റീജിയണൽ ആൻഡ് ലോക്കൽ വേരിയേഷൻസ് കാരണം അവിടെയുള്ള ഹാബിറ്ററ്റിലും വ്യത്യാസമുണ്ടാവും. അതുകൊണ്ടാണ് വൈഡ് വെറൈറ്റി ഓഫ് ഹാബിറ്ററ്റ് നമുക്ക് ഇന്ത്യയിൽ തന്നെ കാണാൻ പറ്റുന്നത്. സോ ഇന്ത്യയിൽ കാണുന്ന 4 ബയോമുകളുടെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 4 ഡിഫറെൻറ്റ് ബയോമുകൾക്ക് കാരണം എന്താണ് നമ്മൾ പറയുന്നത്? റീജിയണലായിട്ടും ലോക്കലായിട്ട് കാണുന്ന വ്യതിയാനം, റീജിയണൽ ആൻഡ് ലോക്കൽ വേരിയേഷൻസ്. അങ്ങനെ ഓരോ ബയോമിലും കാണുന്ന റീജിയണൽ ആൻഡ് ലോക്കൽ വേരിയേഷൻസ് കാരണം നമുക്ക് വൈഡ് വെറൈറ്റി ഓഫ് ഹാബിറ്ററ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ മേജർ ബയോംസുകൾ നോക്കിയാൽ ഒന്നാമത്തെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ഇതാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. രണ്ടാമത്തത് ഡെസിഡിയസ് ഫോറസ്റ്റ്. ഇത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. രണ്ടാമത്തത് ഡെസിഡിയസ് ഫോറസ്റ്റ്. മൂന്നാമത്തത് ഡെസേർട്ട്. ഇതാണ് ഡെസേർട്ട്. നാലാമത്തത് സീ കോസ്റ്റ്. ഈ 4 എണ്ണം നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന ബയോമുകളാണ്. ഏറ്റവും മേജറായിട്ട് ഇന്ത്യയിൽ കാണുന്ന ബയോമുകളുടെ പടങ്ങളാണ് ഈ കൊടുത്തത്. അതിൽ ഈ ഒന്നാമത്തെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പശ്ചിമഘട്ടത്തിലെ ഉഷ്ണമേഖലാ മഴവനം എന്ന് പറയുന്നു. ഇതാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് അഥവാ പശ്ചിമഘട്ടത്തിലെ ഉഷ്ണമേഖലാ മഴവനം. അതുപോലെ നമ്മുടെ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറയും. ഇത് തന്നെ വെസ്റ്റേൺ ഘട്ട്. സോ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇത് തന്നെ വെസ്റ്റേൺ ഘട്ടിലുള്ളതാണ്. ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് വെസ്റ്റേൺ ഘട്ടിൽ കാണപ്പെടുന്നതാണ് ഉഷ്ണമേഖല മഴവനം. രണ്ടാമത്തേത് ഡെസിഡിയസ് ഫോറസ്റ്റ്. ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് വിന്ധ്യാൻ പീഠഭൂമിയിലെ ഇല പൊഴിയുന്ന വനമാണിത്. ഡെസിഡിയസ് ഫോറസ്റ്റ്, ഇല പൊഴിയുന്ന വനം, അത് വിന്ധ്യാൻ പീഠഭൂമിയിലെ. ഇനി മൂന്നാമത്തെ നമ്മൾ പറഞ്ഞതാണ് ഡെസേർട്ട്. നമുക്ക് ഡെസേർട്ട് അറിയാം, എന്താണ്? മരുഭൂമി. ഇനി ലാസ്റ്റ് വൺ നമ്മൾ കൊടുത്തത് ഈ നാലാമത്തെയാണ് സീ കോസ്റ്റ്. സീ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടൽ തീരം. സോ ഈ 4 എന്താ പറയുക മേജറായിട്ടുള്ള ബയോമിലാണ് ഇന്ത്യയിൽ കാണുന്നത്. ഇവിടെയുള്ള ലോക്കൽ വേരിയേഷൻസ് അല്ലെങ്കിൽ റീജിയണൽ വേരിയേഷൻസ് അനുസരിച്ച് പല വെറൈറ്റി ഓഫ് ഹാബിറ്ററ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.